വിളയോടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ICM കണ്ണൂരിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതകൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. വിളയോടി ക്ഷീര സംഘത്തിൽ നടന്ന പരിപാടി മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണവും സഹകരണ മേഖലയിലെ വനിതകളുടെ പങ്കാളിത്തവും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്ത്രീകളുടെ വ്യക്തിത്വ വികസനം, നേതൃത്വ പാഠവം, കുടുംബ സാമൂഹിക ജീവിതത്തിലെ പങ്ക് എന്നിവയെ ആസ്പദമാക്കിയായിരുന്നു ക്ലാസ്. ക്ഷീരമേഖലയിലെ വനിതകൾ നേരിടുന്ന വെല്ലുവിളികളും അവ മറികടക്കാനുള്ള മാർഗങ്ങളും പരിപാടിയിൽ ചർച്ചയായി. ക്ഷീരമേഖലയിൽ സ്ത്രീകൾ വഹിക്കുന്ന നിർണായക പങ്കും സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രാധാന്യവും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ കൃഷ്ണൻകുട്ടി ചൂണ്ടിക്കാട്ടി. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ കരുത്തായി വനിതകൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ക്ഷീരോത്പാദന രംഗത്തെ അവരുടെ സംഭാവനകൾ വിലമതിക്കപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളെയും സമ്പാദ്യത്തിന് ആ കുട്ടികളും ആ കടം മനസ്സിലാക്കിയാൽ ചെലവ് ചെയ്യാനുള്ളൊരു മടിയില്ലാവും. അവർക്കും എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് പരിശോധിക്കണം. അവര് ഒന്നും വേണ്ട, ഒരു കുട്ടിയുണ്ട്, നിങ്ങൾ പാല് ചേർന്ന പാല് കൊണ്ട് സൊസൈറ്റി കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവനൊരു വരുമാനമായില്ലേ. ആ വരുമാനം കിട്ടിയാൽ എന്താ ഗുണം അറിയുമോ? ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു വലിയ ആളുണ്ടായിരുന്നേ, അയാൾക്ക് ഒരു മകനേ ഉള്ളൂ. എന്താ അയാൾക്ക് പണിയറിയോ? എന്താ അവന് പണിയറിയോ? മധുരം നിന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മധുരം തിന്നും. അപ്പോൾ ഇയാളെ വിചാരിച്ചു ഇവൻ ശരിയാകില്ല, രക്ഷപ്പെടില്ല. അപ്പോൾ കാലത്ത് പോകുമ്പോൾ പറഞ്ഞു, നീ ഇത് സമ്പാദിക്കണം കേട്ടാ പറഞ്ഞു. ശരി വരും. അച്ഛൻ ദേഷ്യക്കാരനാണെന്നറിയാം. പോയി തിരിച്ചു വരുമ്പോൾ സമ്പാദിച്ചു ചോദിച്ചു. സമ്പാദിച്ചു പറഞ്ഞു, എത്ര റുപ്പീട്ട് ചോദിച്ചു? 2 റുപ്പീട്ട്. കെട്ടിക്കൊണ്ടിട്ട് പറഞ്ഞു. കെട്ടിക്കൊണ്ടിട്ട് പിറ്റേ ദിവസം പോയി. അതായത് അമ്മ കൊടുത്താണ്. അമ്മനെ വല്ല വീട്ടിലേക്ക് അയച്ചു. പിറ്റേ ദിവസം പോയി, നീ സമ്പാദിക്കണം കേട്ടാ പറഞ്ഞു. അമ്മയില്ലല്ലോ. പിന്നെ പെങ്ങളെ ഉണ്ടായിരുന്നു. പെങ്ങളെ കൊണ്ട് 1 റുപ്പി മേടിച്ചു. 1 റുപ്പി ഉണ്ടായിരുന്നു, അത് കൊടുത്തു. വന്ന് തിരിച്ചു വന്നു. സമ്പാദിച്ചു ചോദിച്ചു. 1 റുപ്പീട്ട് കെട്ടിക്കൊണ്ടിട്ട് പറഞ്ഞു. അത് കെട്ടിക്കൊണ്ടു. പെങ്ങളും പോയി. പിറ്റേ ദിവസം ആരുമില്ല. അപ്പം എന്ത് ചെയ്തറിയോ? ബസ് സ്റ്റാൻഡിൽ പോയി. ഒരു സ്വാമി ലഗേജ് കൊണ്ട് 10 റുപ്യ കൊടുത്ത കണക്കിൽ 50 പൈസക്ക് എടുത്ത് കൊണ്ട് ചുമന്ന് കൊണ്ടുപോയി വേർത്ത് കൊണ്ടുപോയി കൊടുത്തു. തിരിച്ചു വന്നു. സമ്പാദിച്ച പോയിട്ടു. സമ്പാദിച്ചു 50 പൈസ. അപ്പൊ 2 റുപ്യോ 1 റുപ്യോ 50 പൈസ കെട്ടിക്കൊണ്ടിട്ട് പറഞ്ഞു. അയ്യോ ഞാനിടില്ല പറഞ്ഞു. മനസ്സിലായ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? വിളയോടി ക്ഷീരസംഘം പ്രസിഡന്റ് സി രാജൻ അധ്യക്ഷത വഹിച്ചു. മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ഡയറക്ടർ കെ ചന്താമര, ചിറ്റൂർ ക്ഷീരവികസന ഓഫീസർ ഫൈസൽ, പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ എഴുത്താണി, മലബാർ റീജിയണൽ കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് സീനിയർ സൂപ്പർവൈസർ ടി.എ. ശോഭന എന്നിവർ സംസാരിച്ചു. ICM ചീഫ് ഫാക്കൽറ്റി മെമ്പർ VN ബാബു വിഷയാവതരണം നടത്തി. വിളയോടി ക്ഷീരസംഘം സെക്രട്ടറി R. ഷിബു സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ C. വിജയൻ നന്ദി രേഖപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.